സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു ഹൈക്കോടതി. ഇടത് സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന സർക്കാരായി മാറി. ഇടത് സർക്കാരുകൾ വരുമ്പോൾ അഴിമതിക്കാർ സംരക്ഷിക്കപ്പെടില്ല എന്നായിരുന്നു പൊതുധാരണയെന്നും ഹൈക്കോടതി. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിലാണ് ഈ രൂക്ഷ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. കൊച്ചിയിൽ നിന്ന് ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, ഒന്നോ രണ്ടോ തവണയല്ല CBI കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയ, നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തി എന്ന് കണ്ടെത്തിയ 2 പേരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സംസ്ഥാന സർക്കാർ അനുമതി നിഷേധിച്ചത്. ഒടുവിൽ ഗതികെട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിക്ക് ഈ ഭാഷയിൽ സംസാരിക്കേണ്ടി വരുന്നത്. ആര്യ, നമ്മൾ കുറച്ചു മുമ്പ് സുപ്രീം കോടതിയിൽ നിന്ന് കേട്ടത് TP കേസിൽ സർക്കാരിന്റെ ഒരു നീക്കത്തിന്, അല്ലെങ്കിൽ സർക്കാർ എതിർക്കാതിരുന്ന ഒരു ജാമ്യ ഹർജി, അവിടെ നിന്ന് എളുപ്പത്തിൽ ജാമ്യം കിട്ടി പോകാനുള്ളൊരു അവസരമൊരുക്കി എന്ന് അടക്കമുള്ള ആക്ഷേപങ്ങൾ ആ കേസിൽ സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു. അത് പക്ഷേ TP കേസിന്റെ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അത് CPM-ന്റെ ഒരു സംരക്ഷണം എന്ന രീതിയിലേക്ക് അതിനെ വ്യാഖ്യാനിക്കാം. ഇവിടെ നേരെ വിപരീതമാണ്. അതായത് ഈ കേസിലെ പ്രതി എന്ന് പറയുന്നത് INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനാണ്, മറ്റൊന്ന് KA രതീഷാണ്. ഇവർക്കെതിരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നൽകാതെയാണ് ഈ 2 പേരെയും സംസ്ഥാന സർക്കാർ ഇവിടെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹൈക്കോടതിക്ക് ഇന്ന് ഇത് അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന സർക്കാരായി മാറി എന്നൊരു പരാമർശം, വളരെ ഗുരുതരമായ പരാമർശം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിന് കേൾക്കേണ്ടി വന്നത്. ഇതാദ്യമായല്ല. ഈ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ അഴിമതി കേസ് വരുമ്പോൾ അതിലെ പ്രതികളെ സംരക്ഷിച്ചെടുക്കാൻ സർക്കാർ വല്ലാതെ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. അതുകൊണ്ടാണ് കോടതിക്ക് ഇന്ന് ചോദിക്കേണ്ടി വന്നത്, ഈ R ചന്ദ്രശേഖരനും KA രതീഷിനെയും സംരക്ഷിക്കുന്നത് ആര്, ഇവർക്ക് പിന്നിൽ ആരാണ് എന്ന ചോദ്യവും കൂടി ഇന്ന് ഹൈക്കോടതിക്ക് ഉന്നയിക്കേണ്ടി വന്നത്. കാരണം ഇത് CBI അന്വേഷിച്ച് കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ കൊടുത്തൊരു കേസാണ്. അതിൽ PC ആക്ട് പ്രകാരം, അതായത് അഴിമതി നിരോധന നിയമപ്രകാരം ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിന് സംസ്ഥാന സർക്കാരിന്റെ പ്രോസിക്യൂഷൻ അനുമതി നൽകണം. അത് സംസ്ഥാന സർക്കാർ കൊടുക്കില്ല. അതെന്തുകൊണ്ട് എന്ന ചോദ്യമാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കുറ്റപത്രത്തിന്റെ ഭാഗമായി വിചാരണ നടന്നാൽ മാത്രമാണ് ഈ ആരോപിക്കപ്പെട്ട കുറ്റത്തിൽ ഇവർ കുറ്റക്കാരാണോ അല്ലയോ എന്നത് ബോധ്യപ്പെടുകയേ പോലെയുള്ളൂ. അതിനുള്ള അവസരം പോലും ഒരുക്കാതെ, അതായത് അവരെ വിചാരണയ്ക്ക് പോലും വിട്ടുകൊടുക്കില്ല. ആ നിയമ സംരക്ഷണം ഉറപ്പാക്കുകയാണ് സർക്കാർ ഇവിടെ ചെയ്യുന്നത്. അതിലേക്ക് പോലും ഈ പ്രതികളെ കൈമാറാൻ കഴിയില്ല എന്നൊരു ശക്തമായ നിലപാട് എന്തുകൊണ്ട് ഈ ഇടത് സർക്കാർ എടുക്കുന്നു എന്നതാണ് കോടതിക്ക് മുന്നിൽ വന്നിരിക്കുന്ന പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് കോടതി പറഞ്ഞത്, സാധാരണ നിലയിൽ ഇടത് സർക്കാരുകൾ വരുമ്പോൾ അവിടെ അഴിമതിക്കാരെ സംരക്ഷിക്കപ്പെടില്ല എന്നൊരു പൊതുധാരണയാണ് ഉണ്ടായിരുന്നത്. ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇവിടെ അഴിമതിക്കാരെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്ന് കോടതിക്ക് പറഞ്ഞു വെക്കേണ്ടി വന്നത്. ഇതിൽ കോടതി ലക്ഷ്യ ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി